ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 ക്രാഫ്റ്റ് ഐഡിയാസ് ആണ്. അപ്പോൾ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഈ കാണുമ്പോഴത്തെ ഒരു ലോട്ടസ് ഫോണ്ടാണ്. ഇത് നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഇതുപോലൊരു ലിഡ് എടുക്കുക, എന്നിട്ട് ഈ കാണും പോലെ അത് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ കാണും പോലെ യെല്ലോ കളർ സ്ട്രോക്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു വാട്ടറി എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ ഞാൻ വാട്ടർ പെയിൻ്റ് അല്ല, ഗ്ലാസ് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റ് ഗ്രീനും യെല്ലോയും എടുത്തു. അതിനുശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു വെള്ളത്തിൻ്റെ എഫക്റ്റ് കിട്ടും. ഓക്കെ, അതിനൊരു അൾട്ടർനേറ്റീവായിട്ട് റെസിനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അതിന് അൾട്ടർനേറ്റീവായിട്ട് ഇത് യൂസ് ചെയ്തപ്പോഴും ഏകദേശമൊക്കെ ഉള്ളൊരു വാട്ടർ ലുക്ക് നമുക്ക് കിട്ടി. അങ്ങനെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഞാൻ ക്ലേയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അതും കൂടെ വെച്ച് ഗ്ലൂ തേച്ച് ഒട്ടിച്ചാൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോട്ടസ് പോണ്ട് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ക്രാഫ്റ്റ്. അടുത്ത ക്രാഫ്റ്റിലേക്ക് നോക്കുമ്പോൾ അടുത്തൊരു സ്റ്റിക്കർ ഉണ്ടാക്കാം. ഈ കാണുമ്പോഴത്തെ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റിക്കർ. ആദ്യം തന്നെ ഒരു യെല്ലോ കളർ പേപ്പർ എടുക്കുക. ഈ കാണുമ്പോൾ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക. ഫ്ലവറാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് ആർക്കും വേണം വരയ്ക്കാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പിക്ചർ. അതിനുശേഷം ഇതുപോലെ ആക്രിലിക് കളർ, വൈറ്റ് ആക്രിലിക് കളർ ഞാനിവിടെ അടിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാത്തിലും അടിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഷെയ്ഡിങ് കൊടുക്കാം. സോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് ഷെയ്ഡ് കൊടുക്കാം. എനിക്കപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു റോസ് കളർ കൊടുക്കാമെന്നാണ്. അതിനുശേഷം ഞാൻ ഓറഞ്ച് കളറും കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് പെൻ എടുത്ത് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ തോന്നും. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ബട്ടർ പേപ്പർ എടുത്ത് അതിൻ്റെ മുകളിൽ സെലോ ടൈപ്പ് ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും സെലോ ടൈപ്പ് ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, സാധാരണ സ്റ്റിക്കർ പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡസ്റ്റ് ഡെക്കറാണ്. ഓക്കെ, ഈ കാണുമ്പോഴത്തെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡസ്റ്റ് ഡെക്കർ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലത്തെ ഒരു ലിഡ് എടുക്കുക. ഈ കാണും പോലെ ഗ്രീൻ പെയിന്റ് അടിച്ച് അതിൽ യെല്ലോ കളർ ഹാർട്ട് വരയ്ക്കുക. അതിനുശേഷം ഒരു ചാക്ക് നൂലെടുത്ത് മുകളിൽ ഇതുപോലെ കെട്ടി കൊടുക്കുക. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വയ്ക്കുക. നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത്രയും നേരം കണ്ട ക്രാഫ്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്രാഫ്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത ക്രാഫ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു സ്റ്റിക്കറാണ്. ഈ കാണുമ്പോഴത്തെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിക്കർ. സോ അതിനുവേണ്ടി നേരത്തെ നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സ്. ഏതെങ്കിലും ഒരു സ്കെച്ച് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പടം വരയ്ക്കാം. അതിനുശേഷം ഞാൻ ഇതിലിതാ കളർ പെൻസിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാണ്ടയാണ് വരച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്ന രീതിയിൽ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം കളർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചില്ല, അതൊക്കെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സ്ട്രാ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും ചെയ്യാം. അതിനുശേഷം കണ്ണിൽ ഞാനാണെങ്കിൽ വൈറ്റ് കളർ പെന്ന് കൊണ്ടാണ് വരച്ചത്. പിന്നെ അതിലും കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ കാണിച്ച സെയിം സ്റ്റെപ്പ്, ഒരു ബട്ടർ പേപ്പർ എടുത്തതിന് ശേഷം ഇതാദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് ബട്ടർ പേപ്പർ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതൊട്ടിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും സെലോ ടൈപ്പ് ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഞാനിതിൽ നേരത്തെ ചെയ്തതുപോലെ ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ക്രാഫ്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത് നമ്മളൊരു ബുക്ക് മാർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാണുമ്പോഴത്തെ ഒരു ബുക്ക് മാർക്ക്. ഏതെങ്കിലും ഒരു കാർഡ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഇതിൽ നമ്മൾ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് ഞാൻ വരച്ചത്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് കൊച്ചു കൊച്ചു ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എൻ്റെ കയ്യിലുള്ള മിക്കവാറുമുള്ള എല്ലാ ഷെയ്ഡ്സും ഞാൻ എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും വരച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിന് നമുക്ക് സ്റ്റെംസും ലീഫും ഒക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് വളരെ കുറച്ചേ വരച്ചിട്ടുള്ളൂ. ലീഫൊക്കെ മാക്സിമം ഞാൻ വളരെ ചെറുതായിട്ടാണ് വരച്ചു കൊടുത്തത്. എനിക്ക് തോന്നി അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന്. സോ അങ്ങനെയെല്ലാം വരച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന 3D ലൈനറില്ലേ, അപ്പോൾ അതിൻ്റെ ഗോൾഡൻ ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അപ്പോൾ അത് യൂസ് ചെയ്ത് ഈ ഫ്ലവറിൻ്റെ സെൻട്രൽ പോർഷൻ വരച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നി. സോ അങ്ങനെ ഞാൻ ആ 3D ലൈനർ ഉപയോഗിച്ച് എല്ലാത്തിലും ഇങ്ങനെ ഫ്ലവറിൻ്റെ സെൻട്രൽ പോർഷൻ വരച്ചു കൊടുത്തു. അങ്ങനെ വരച്ചെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്നിട്ടൊരു വൈറ്റ് കളർ ത്രെഡ് കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ ക്രാഫ്റ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രാഫ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.